ഇവിടെ വരുന്നത് വരെ എനിക്ക് ഒരു ടെൻഷനായിരുന്നു. കാരണം HSST കിട്ടുമോ കിട്ടില്ലേ. അപ്പം തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ HSST പഠിക്കുവാണെങ്കിൽ എന്തായാലും എയ്സിലായിരിക്കും എന്നുള്ളത്. ആദ്യം എഴുതുന്ന സമയത്ത് മാർക്ക് വളരെ കുറവായിരുന്നു. ഡേ ബൈ ഡേ അതിങ്ങനെ കൂടിക്കൂടി വന്നു. എങ്ങനെയെങ്കിലും ഈ ഒരു HSST കിട്ടുന്നുള്ള ഒരു മോട്ടിവേഷൻ നല്ല രീതിയിൽ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുത്തിരുന്ന് പഠിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. ഇരിക്കുന്ന സമയത്ത് നന്നായിട്ട് ടൈം വെച്ച് പഠിക്കുക, അത്രയേ ഉള്ളൂ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് HSST ഹിസ്റ്ററിയിൽ 5ാം റാങ്ക് നേടിയിട്ടുള്ള അനു മിസ്സാണ്. മിസ് ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്. താങ്ക് യു. മിസ്സിൻ്റെ വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ അഴിഞ്ഞിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത്. വീട്ടിൽ അച്ഛൻ, അമ്മ, അനിയത്തി, പിന്നെ ഞാനിപ്പം മാരീഡാണ്. ഇപ്പം ഹസ്ബൻഡും കൂടെ ഉണ്ട്. ഓക്കെ. മുന്നേ PSC എഴുതിയിരുന്നോ ഈ HSST അല്ലാതെ? മുന്നേ എന്ന് പറഞ്ഞാൽ ജനറൽ PSCക്ക് +2 ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇങ്ങനെ നോക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് B.Ed ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ അധ്യാപക എക്സാമിലേക്കുള്ള കൂടുതൽ കോൺസെൻട്രേഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ എക്സാമിലൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്നോ? അധ്യാപക എക്സാമിൽ ആദ്യം എഴുതിയിട്ടുള്ളത് ഹൈസ്കൂൾ എക്സാം ആയിരുന്നു. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ 68ാമത്തെ റാങ്കായിരുന്നു. ജോലി ചെയ്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് NVT എക്സാം, NVT ഹിസ്റ്ററി എക്സാം എഴുതുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ഫസ്റ്റ് റാങ്കായിരുന്നു. ഇപ്പം അവിടെ GVHSS തൃശ്ശൂർ പഴഞ്ഞി സ്കൂളിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടാണ് ടീച്ചർ HSST പഠിച്ചിരുന്നത്? ഹൈസ്കൂളിലുള്ളപ്പോഴായിരുന്നു ഇതിന് വേണ്ടിയിട്ട് എക്സാം എഴുതിക്കൊണ്ടിരുന്നത്. എക്സാം എങ്ങനെയുണ്ടായിരുന്നു HSST എക്സാം എഴുതുമ്പം കുറച്ച് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് എക്സാം കഴിഞ്ഞ് വീട്ടിലെത്തിയ സമയത്ത് കുറേ നെഗറ്റീവ്സ് ഉള്ള മാതിരി തോന്നി. പക്ഷേ പിന്നീട് അവർ കുറേ ക്വസ്റ്റ്യൻസ് ഡിലീറ്റ് ചെയ്തപ്പം കുറച്ചും കൂടി കോൺഫിഡൻസ് വന്നു. കാരണം കുറേ നെഗറ്റീവ്സ് അങ്ങനെ അവർ ഡിലീറ്റ് ചെയ്തപ്പോൾ അങ്ങനെ പോയി. പിന്നെ നല്ല കോൺഫിഡൻ്റ് ആയിരുന്നു. നല്ല റാങ്ക് ഉണ്ടാവുമെന്ന്, 10 റാങ്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവുമെന്ന് പിന്നീട് തോന്നി, പ്രതീക്ഷിച്ചിട്ട്. മിസ് എയ്സിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? എയ്സ് ഞാൻ അധ്യാപക എക്സാമിന് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഏറ്റവും നല്ല സ്ഥാപനം ഏതാണെന്നുള്ള ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. അപ്പം എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എയ്സിൽ കഴിഞ്ഞ വർഷം നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വേഗം യൂട്യൂബൊക്കെ അടിച്ച് നോക്കിയപ്പം അവരുടെ അനുഭവങ്ങളൊക്കെ അതിൽ മനസ്സിലാക്കി. അപ്പം തന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു ഞാൻ HSST പഠിക്കുവാണെങ്കിൽ എന്തായാലും എയ്സിലായിരിക്കും എന്നുള്ളത്. പിന്നെ എയ്സിൽ വന്നതിന് ശേഷം ആ ഒരു ത്രൂ ഔട്ട് ജേർണി എങ്ങനെയായിരുന്നു? എയ്സിലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. കാരണം നല്ല റിസൾട്ടുള്ള സ്ഥാപനമായിരുന്നു. അപ്പം ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുമോ എന്നുള്ളൊരു പേടി വരുന്നതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം എയ്സ് എന്നെ ഒരുപാട് HSSTക്ക് വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വരുന്നത് വരെ എനിക്ക് ഒരു ടെൻഷനായിരുന്നു. കാരണം HSST കിട്ടുമോ കിട്ടില്ലേ. കാരണം ഓൾറെഡി വർക്കിംഗ് ആണ്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് മറ്റേതിലും ഫോക്കസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിനെക്കുറിച്ച് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പം ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണെങ്കിൽ ഭയങ്കര ഇൻസ്പയറിങ് ആയിരുന്നു. കാരണം കുറേ ക്ലാസ്സുകൾ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലാതെയുള്ള കുറേ ഇൻസ്പയറിങ് ക്ലാസ്സുകൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. എങ്ങനെയെങ്കിലും ഈ ഒരു HSST കിട്ടുന്നുള്ള ഒരു മോട്ടിവേഷൻ നല്ല രീതിയിൽ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ക്ലാസ്സുകളൊക്കെ ഭയങ്കര നമുക്ക് പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ മോക്ക് ടെസ്റ്റുകൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. മോക്ക് ടെസ്റ്റിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങളും അവർ പ്രീവിയസ് ആയിട്ട് നമുക്ക് പല എക്സാമുകളിലും നമ്മൾ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അപ്പം അതൊക്കെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ആ ഒരു മോക്ക് ടെസ്റ്റ് എഴുതി ഫസ്റ്റ് എഴുതുന്നതും പിന്നെ അത് ഇമ്പ്രൂവ് ആയിട്ട് വരുന്നതും? ആദ്യം എഴുതുന്ന സമയത്ത് മാർക്ക് വളരെ കുറവായിരുന്നു. 100-ൽ 50 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു. പിന്നീട് കുറേ മോക്ക് ടെസ്റ്റ് ഇവിടെ എഴുതുന്നതിന് പുറമെ വീട്ടിൽ പോയിട്ട് ഒന്നും കൂടെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇങ്ങനെ ഓരോ ഡേ ബൈ ഡേ അതിങ്ങനെ കൂടിക്കൂടി വന്നു. അതായത് 50-ൽ നിന്ന് പിന്നീട് ഒരു 55ആയി, പിന്നെ അത് 60ആയി, 65ആയി, അങ്ങനെ പോവുമായിരുന്നു. പിന്നെ ഈ ക്ലാസ്സുകൾ അല്ലാതെ മിസ്സിന് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ട്രാറ്റജി ഉണ്ടായിരുന്നോ പഠിക്കാൻ?
ഇവിടുന്ന് കാരണം ഒന്നാമത് എനിക്ക് ടൈം വളരെ കുറവായിരുന്നു. കാരണം മൺഡേ ടു ഫ്രൈഡേ ഓൾറെഡി വർക്കിംഗ് ആയിരുന്നു. പിന്നെ സൺഡേയും സാറ്റർഡേ ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുന്ന് കിട്ടുന്ന ക്ലാസ്സുകളാണ് എനിക്ക് കൂടുതൽ. പിന്നെ ഓൾറെഡി യൂട്യൂബൊക്കെ നോക്കി കുറേ പുസ്തകങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു പരിധി വരെ മാത്രമേ നോക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇവിടുന്ന് കിട്ടിയിട്ടുള്ള സാർമാരുടെ ക്ലാസ്സുകളാണ് ഏറ്റവും കൂടുതൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടാണ് പഠിച്ചതെന്ന് പറഞ്ഞു മിസ്. എങ്ങനെയാണ് ആ രണ്ടും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോയത്? ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. അപ്പം അവിടേക്ക് ഇപ്പം പോകുന്ന സമയത്തൊക്കെ ഞാൻ യാത്രകളിലൊക്കെ ഈ ഇവിടുന്ന് കിട്ടുന്ന ഏസിൻ്റെ ഒരു ആപ്പ് ഉണ്ടായിരുന്നു. ആപ്പിലെ ക്ലാസ്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ ഇയർഫോൺ വെച്ചിട്ടൊക്കെ ക്ലാസ് അങ്ങനെ കേൾക്കുമായിരുന്നു. പിന്നെ ഒരു പുസ്തകം ഞാൻ എപ്പോഴും കയ്യിൽ വെക്കുമായിരുന്നു. യാത്രകളിലാണെങ്കിലും അത് ഇടയ്ക്കൊന്ന് മറിച്ച് നോക്കാൻ ഉള്ള ഒരു ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ. ടൈം മാനേജ്മെന്റ് ഉണ്ടായിരുന്നോ? അങ്ങനെ കുത്തിരുന്ന് പഠിക്കുന്ന ആളൊന്നും അല്ലായിരുന്നു. കാരണം ഒന്നാമത് സമയവുമില്ല. രാവിലെ നേരത്തെ ക്ലാസ്സിന് പോകണം. അങ്ങനെയുള്ള ഇതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നന്നായിട്ട് മാക്സിമം ടൈം വെച്ച് പഠിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിനു വേണ്ടി നേരത്തെ എണീക്കുക, വൈകി കിടക്കുക, അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് എൻ്റെ പാരൻസാണ്. അപ്പം അച്ഛനും അമ്മയാണ് എന്നോട് PSC പഠിക്കാൻ തന്നെ ആവശ്യപ്പെട്ടത്. അപ്പം അതിനവർ ആദ്യം ഞാൻ തുടങ്ങിയത് ജനറൽ PSC എന്നായിരുന്നല്ലോ. അപ്പോൾ എന്നെ മുമ്പ് തന്നെ ഒരു അടുത്തുള്ള സ്ഥാപനത്തിൽ ചേർക്കുന്നതൊക്കെ അച്ഛനാണ്. പിന്നീട് എന്നോട് പറഞ്ഞു നീ തന്നെ കണ്ടെത്തി പഠിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ബാക്കി എയ്സിനെ കുറിച്ച് മനസ്സിലാക്കി അതിൻ്റെ ക്ലാസ്സുകളിലേക്കൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ അതിനെനിക്ക് മോട്ടിവേഷൻ ആയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ എൻ്റെ പാരൻസാണ്. വേറെ ആരെങ്കിലും ഫാമിലിയിൽ സർവീസിലുള്ളവരുണ്ടോ? അമ്മയുടെ അനിയത്തിയും അമ്മയുടെ ചേച്ചിയൊക്കെ ഗവൺമെൻറ് സർവീസിലുള്ളവരാണ്. അപ്പം അതിൽ നിന്നുള്ള മോട്ടിവേഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത്. ഈ ടീച്ചിങ് ഫീൽഡിലേക്ക് വരാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? ടീച്ചിങ് ഫീൽഡിലേക്ക് വരാനുള്ള ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഇപ്പം ചെറുപ്പത്തിൽ എന്താവണം എന്നുള്ളത് ടീച്ചേഴ്സ് ചോദിക്കുന്ന സമയത്ത് അന്ന് ശരിക്കും എന്താവണം എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണയില്ലായിരുന്നു. പക്ഷെ പിന്നീട് വീട്ടിലെ അമ്മയുടെ അനിയത്തിയും അമ്മയുടെ ചേച്ചിയൊക്കെ ടീച്ചേഴ്സാണ്. അപ്പം അവർക്ക് സമൂഹവുമായിട്ടുള്ള ആ ഒരു ഇടപഴകലൊക്കെ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ് ഒരു ടീച്ചറായിട്ട് വരണം എന്നുള്ള ഒരു മോട്ടിവേഷൻ കിട്ടി. മിസ് മുന്നേ പറഞ്ഞു ഈ എയ്സിലേക്ക് വരുമ്പോൾ ഒരു പേടി ഉണ്ടായിരുന്നു, കാരണം റാങ്കുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇപ്പോൾ എയ്സിൽ തന്നെ എണ്ണം പറഞ്ഞ റാങ്കുകളിൽ ഒന്നാണ് മിസ് നിൽക്കുന്നത്, 5th റാങ്കാണ്. അപ്പോൾ ആ ഒരു അന്ന് വന്ന ആ സമയത്തുള്ളതും ഇപ്പോൾ ഉള്ളതുള്ള ഒരു ഫീലിംഗ് എന്താണ്? ഇപ്പം ഭയങ്കര കോൺഫിഡൻസോട് കൂടിയിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അന്ന് വന്നത്തെ ആ ടെൻഷനൊന്നും ഇപ്പം ഇല്ല. കാരണം ഞാൻ എന്താണോ ഇവിടേക്ക് വരുമ്പം ഒരു നല്ല റാങ്ക് കിട്ടണമെന്ന് വിചാരിച്ചിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നത്. അപ്പം ആ ഒരു ഇത് കിട്ടിയതിലുള്ള സന്തോഷം ഇപ്പം നല്ലോണം ഉണ്ട്. പ്രിപ്പയർ ചെയ്യുമ്പോൾ വീക്കായിട്ടുള്ള ഏരിയാസും ഈസി ആയിട്ടുള്ള ഏരിയാസും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനെങ്ങനെയാണ് വീക്കായിട്ടുള്ള ഏരിയാസിനെ എങ്ങനെയാണ് കവർ ചെയ്തത്? വീക്കായിട്ടുള്ള ഏരിയാസ് എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ വീക്കായിട്ടുള്ള ഏരിയ ഹിസ്റ്റോറിയോഗ്രാഫി ആയിരുന്നു. അപ്പം അതിനെ ഞാൻ പുസ്തകങ്ങളും അവരുടെ ഓതേഴ്സിൻ്റെ പേരുമാണ്. അപ്പോൾ അതിങ്ങനെ എഴുതി പഠിച്ചുകൊണ്ടിരുന്നു. അപ്പം പിന്നെ കൂടുതലും പുസ്തകങ്ങളിൽ നിന്നും പിന്നെ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള പ്രിൻറ്റഡ് മെറ്റീരിയൽസിലൊക്കെ ഹിസ്റ്റോറിയോഗ്രാഫിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ, അപ്പം എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോൾ അതെന്നെ ഏറെ എഴുതി പഠിച്ചത് എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഈസി ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത് കേരള ഹിസ്റ്ററിയാണ്. അപ്പോൾ കേരള ഹിസ്റ്ററിക്ക് ഇവിടുത്തെ ക്ലാസ്സിന് പുറമെ പിന്നെ പുസ്തകത്തിൽ നിന്നുള്ള വായനയും എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുണ്ട്. പുസ്തകത്തിൽ നിന്നുള്ള വായന എന്ന് പറയുമ്പോൾ പ്രിൻറ്റഡ് മെറ്റീരിയൽസ് ആണോ അതോ വേറെ റെഫർ ചെയ്തെടുത്ത്? കേരള ഹിസ്റ്ററിയുടെ ഒരു പുസ്തകം പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ തന്നെ ഇവിടുന്ന് കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിൻറ്റഡ് മെറ്റീരിയൽസും രണ്ടും ഒരേപോലെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് സാധിച്ചു തന്നത് എയ്സാണ്. അപ്പം എയ്സിനോട് എനിക്ക് വലിയൊരു താങ്ക്സ് ഞാൻ ഈ നിമിഷത്തിൽ പറയുവാണ്. ഇപ്പോഴും ഒരുപാട് പേര് HSST എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്, കോച്ചിങ്ങിന് പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ മിസ്സിന് എന്താണ് പറയാനുള്ളത്? ആദ്യം നമുക്കൊരു ലക്ഷ്യം ഉണ്ടാവണം. അപ്പോൾ ആ ലക്ഷ്യത്തിനനുസരിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു സ്ഥാപനം നമ്മൾ കണ്ടെത്തണം. അവിടെ നിന്നുള്ള നല്ലൊരു
അധ്യാപകരുടെ ഗൈഡൻസ് നമ്മളെ ഏറെ സഹായിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അവർ പറയുന്ന രീതിയിൽ ഉള്ള പഠനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മോക്ക് ടെസ്റ്റുകൾ നന്നായിട്ട് ചെയ്യാം. പിന്നെ സ്വന്തമായിട്ട് ഒരു നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മനസ്സിലാക്കിയ കാര്യങ്ങളും ക്ലാസ്സിൽ കേട്ട കാര്യങ്ങളൊക്കെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കുന്ന ഒരു ശീലം വളർത്തിയെടുക്കുക എന്നുള്ളത് നല്ലതായിരിക്കും. പിന്നെ കുറേ റെഫറൻസ് ബുക്കുകൾ പഠിക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് ഈ സ്ഥാപനത്തിൽ കിട്ടുന്ന പ്രിൻ്റഡ് മെറ്റീരിയൽസൊക്കെ നന്നായിട്ട് പഠിക്കാൻ സാധിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ മിസ്സിന് നല്ലൊരു റാങ്കാണ് കിട്ടിയിട്ടുള്ളത്. ഇനി എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ കഴിയട്ടെ. തുടർന്നുള്ള അധ്യാപന ജീവിതത്തിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.